ഇന്നായിരുന്നു നമ്മൾ മണാലി ചെന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസം. ഈ വീഡിയോയിൽ ഞാനിങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ നല്ലൊരു വിഷമമുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. നമ്മൾ മണാലി വന്നിട്ടുള്ള തേർഡ് ഡേ ആണ്. നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ഡേ ഓൾറെഡി നമ്മൾ കുറേ സ്ഥലത്തൊക്കെ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് ഡേ നമുക്ക് വൈകുന്നേരം ഈവനിങ് ആണ് ബസ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു എങ്കിൽ ഈ മാർക്കറ്റിൽ കൂടെ ഒന്ന് നടന്ന് എന്തൊക്കെയുണ്ടെന്ന് കാണാമെന്ന്. ഇതിനൊക്കെ വെറും 200 മാത്രമേ സ്റ്റാർട്ടിംഗ് ഉള്ളൂ. ഞാൻ വന്ന ഡേ ഞാനിവിടെ ഓരോ കടകളിലും പോയി ചോദിച്ചപ്പോൾ 1500 ആയിരുന്നു സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിനെല്ലാത്തിനും 200 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈസ്, നമ്മുടെയൊക്കെ നാട്ടിലെ പച്ച ലേസ്, മഞ്ഞ ലേസ്, ചുവപ്പ് ലേസ്, ഓറഞ്ച് ലേസ് ഇങ്ങനെയല്ല ഓരോ മുറുക്കാൻ കടകളിലും കണ്ടത്. പക്ഷേ നമ്മുടെ മണാലിയിൽ ഇത് കണ്ടോ നിങ്ങൾ? നമ്മുടെ മണാലിയിൽ ഇതേപോലെ പഞ്ചാബി തഡ്ക, ഭുജിയ എന്നൊക്കെ പറഞ്ഞ് ഇതേപോലത്തെ ഐറ്റംസ് ആണ് ഗൈസ് ഇവിടുത്തെ പിള്ളേരെല്ലാവരും കഴിക്കുന്നത്. മണാലിയിലെ മാർക്കറ്റിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് അറിയാനായിട്ടായിരുന്നു നമ്മൾ ഇറങ്ങി തിരിച്ചത്. രാവിലെ തന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു ടീ ആണ് നമ്മൾ കുടിച്ചത്. പിന്നെ അവിടുത്തെ സിദ്ധു എന്ന് പറയുന്ന ഈ ഒരു ഐറ്റവും, പിന്നെ നല്ല ചൂട് ജിലേബി 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കി തരും കേട്ടോ. ഈ ഒരു ജിലേബിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. നല്ല ചൂടിൽ നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്കിനുള്ള ആവേശം കഴിച്ച് തീരാനേരത്ത് എനിക്കില്ലായിരുന്നു കേട്ടോ. മധുരം തലയ്ക്കൊക്കെ കയറി കിറുക്ക് പിടിച്ചായിരുന്നു. ജിലേബി കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ടാണ്. എൻ്റെ ഈ കയ്യിലുള്ള ഈ ഡ്രസ്സ് ഞാൻ ഇപ്പോൾ വാങ്ങിയത് 250 റുപ്പീസിനാണ്. പക്ഷെ ഞാൻ പണ്ട് ഓൺലൈനിൽ നിന്ന് ഈ സെയിം സാധനം തന്നെ എടുത്തത് 900 റുപ്പീസിനായിരുന്നു. ഈ ഒരു ഷോപ്പ് നമ്മുടെ മനു മാർക്കറ്റിൻ്റെ അകത്താട്ടോ. ഇവിടെ ഓരോ സാധനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് 200 റുപ്പീസിനായിരുന്നു. ആ ടൈം പീസൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് യൂസ് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഞാൻ വാങ്ങില്ല. ചുമ്മാ ഈ കടയിലും കയറി കുറച്ച് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ മണാലിയിലെ മാർക്കറ്റിൽ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ 3 ദിവസത്തേക്കിന് സ്ട്രൈക്ക്, കഠിനമായിട്ട് മഞ്ഞ് വീഴുന്നതിനെ തുടർന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് എല്ലാ സ്ഥലവും അടച്ചിട്ടേക്കുമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു 100 രൂപയുടെ വെജിറ്റബിൾ മോമോസ് ആണ് ട്രൈ ചെയ്തത്. സത്യം പറയാലോ എനിക്കിഷ്ടമായില്ല. പിന്നെ എൻ്റെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സിന് കുറച്ച് ബാഗൊക്കെ വേണം, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ് അവർക്ക് ബാഗ് വാങ്ങിക്കാനായിട്ടാണ് പോയത്. ചില ഷോപ്പിലൊക്കെ കയറി നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി സാധനമായിരിക്കും. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേ അവർ പറയും നോ ബാർഗെയിൻ എന്ന്. നമ്മുടെ മൊത്തത്തിലുള്ള കോൺഫിഡൻസ് മൊത്തത്തിൽ അവർ കളയും. പിന്നെ ഞാൻ ഈ 2 ബാഗ് ഇതിൻ്റെ അകത്ത് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് പോയി ഇങ്ങനത്തെ 2 ബാഗ് എനിക്കും ഹെനാക്കും ഇർഫാനാക്കും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് പാക്ക് ചെയ്തിറങ്ങി. വൈകുന്നേരം 5:30 കേട്ടോ എനിക്ക് ന്യൂഡൽഹിയിലോട്ട് പോകാനുള്ള ബസ്. അപ്പം നൈറ്റ് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് പാഴ്സലാക്കി ഞാൻ വാങ്ങിച്ച എല്ലാ സാധനവും കെട്ടിപ്പിറക്കി ഞാൻ ബസ് കയറാനായിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ മണാലിയിൽ നിന്ന് ടാറ്റ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി വന്ന് കണ്ണടച്ച് കിടന്നങ്ങ് ഉറങ്ങി. ഞാൻ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞു ഉള്ള സ്വർണ്ണമൊക്കെ ഊരി വെച്ചിട്ടേ പോകാവുള്ളൂ. അത് കേൾക്കാണ്ട് ഞാൻ എൻ്റെ കമ്മലൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. രാവിലെ കുളിച്ചപ്പോൾ ഒരു കമ്മൽ അങ്ങ് മിസ്സായി. ഞാൻ ഒരുപാട് അന്വേഷിച്ചു.